ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് പരിസമാപ്തിയാവുകയാണ്. 7 ജില്ലകളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളുമായി വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. അൽ അമീൻ തിരുവനന്തപുരത്ത് നിന്ന്, ഷിത ജഗത് കോഴിക്കോട്ട്, ഷഫീഖ് നസറുള്ള കാസർഗോഡ്, ഒപ്പം തന്നെ ബിജു തറയിൽ ഇടുക്കിയിൽ, ഒപ്പം ശ്യാമാർ ബാബു കൊല്ലത്ത്, ശ്രീകിരൺ കണ്ണൂരിൽ, മനീഷ് മൂർത്തി വയനാട് എന്നിവർ തത്സമയ വിവരങ്ങളുമായുണ്ട്. കോഴിക്കോട്ട് നിന്നും ഷിത ജഗത്തുണ്ട്. ഷിത, എന്താണ് കോഴിക്കോട്ട് നിന്നുള്ള പുതിയ വിവരങ്ങൾ? കോഴിക്കോടും കൊട്ടിക്കലാശം അതിന്റെ ആവേശ കൊടുമുടിയിലേക്ക് കടക്കുകയാണ്. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, മണിക്കൂറില്ല, 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ അതിന്റെ ആവേശ കൊടുമുടിയിലെത്താൻ. അതുകൊണ്ട് തന്നെ കൊട്ടിക്കലാശം അതിന്റെ ആവേശത്തിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ എല്ലാ മുന്നണികളുടെയും, ഇരു മുന്നണികളുടെയും പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ ഈ കൊട്ടിക്കലാശത്തിൽ അണിനിരക്കുന്നുണ്ട്. കോഴിക്കോട് പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ LDF അല്പസമയം മുമ്പാണ് എളമരം കരീമിന്റെയും മേയർ AK പ്രേമചന്ദ്രന്റെയും നേതൃത്വത്തിൽ LDF അവരുടെ റോഡ് ഷോ ആരംഭിച്ചത്. ബേപ്പൂരിൽ നിന്നായിരുന്നു റോഡ് ഷോ, എലത്തൂർ വരെ റോഡ് ഷോ ഉണ്ട്. ഒപ്പം തന്നെ UDFന്റെ നേതാക്കളും സജീവമായി തന്നെ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കുചേരുന്നുണ്ട്. പലയിടങ്ങളിലായി അവരെല്ലാം എത്തിച്ചേരുന്നുണ്ട്. ഒപ്പം സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ട് അവസാന നിമിഷവും തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാനാർത്ഥികളും ഈ പ്രചരണത്തിൽ തന്നെയുണ്ട്. കോഴിക്കോട്ടെ ഒരു സവിശേഷ സാഹചര്യത്തിൽ കോഴിക്കോട് ഇത്തവണ വളരെ രൂക്ഷമായ അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു ജില്ലയാണ്. കോഴിക്കോട് എല്ലാ സ്ഥലങ്ങളിലേക്കും, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ, അതിനു പുറമെ ജില്ലാ പഞ്ചായത്ത്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരൊറ്റ സീറ്റിന്റെ ബലത്തിലാണ് കഴിഞ്ഞ വർഷം LDFന് ഭരണം ലഭിച്ചത്. ആ ഒരു സീറ്റിന്റെ അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളതാണ് UDFന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഒരു പ്രചാരണത്തിൽ തന്നെയാണ് UDF. ഒപ്പം LDF ആകട്ടെ തങ്ങളുടെ നേരത്തെ നഷ്ടപ്പെട്ട പല വാർഡുകളും പല ഡിവിഷനുകളും പിടിച്ചെടുത്ത് ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് LDFന്റെ ലക്ഷ്യം. ഇതിനായി അവർ ഷിത ജഗത്താണ് കോഴിക്കോട്ട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് ഇടതുപക്ഷത്തിന്റെ റോഡ് ഷോ നടക്കാൻ പോകുന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആവേശപൂർവ്വമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് 7 ജില്ലകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വയനാട് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും തന്നെ ശബ്ദ കോലാഹലത്തോടു കൂടിയുള്ള കൊട്ടിക്കലാശമാണ് നടക്കാൻ പോകുന്നത്. എല്ലാ ഇടങ്ങളിലും മുന്നണികൾ അവരുടെ ആവേശം ചോരാതെ അതിന്റെ പാരമ്യത്തിൽ എത്തിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരം, കോഴിക്കോട്ടും ഇരു മുന്നണികളും BJPയും സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ. അതോടൊപ്പം കാസർഗോഡ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തും കാസർഗോഡും കോഴിക്കോടും എല്ലാം വളരെ സജീവമായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികളും BJPയും അവരുടെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അവരുടെ സജീവമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ ആണ് നമ്മൾ കണ്ടത്. കോഴിക്കോട്ട് നിന്നും ഷിതയാണ് ഏറ്റവും ഒടുവിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം റോഡ് ഷോകളും മറ്റുമായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആവേശവും ആഘോഷവും അലതല്ലുന്ന ഈ മണിക്കൂറിൽ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ സ്ക്രീനിലേക്ക് വരും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ അവസാന ഘട്ടത്തിൽ അവരുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലാണ്. ഇന്ന് പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീഴും 5 മണിക്ക്. അതിനുശേഷം നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ്. 2-ാം തീയതി തിങ്കളാഴ്ചയാണ് ഈ 7 ജില്ലകളിലെയും വോട്ടെടുപ്പ് നടക്കുക. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീഴാൻ ഇനി 1 മണിക്കൂർ മാത്രം അവശേഷിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരമാവധി ആഘോഷത്തിൽ, പരമാവധി ആവേശമുയർത്തിക്കൊണ്ടാണ് അവരുടെ പരസ്യ പ്രചാരണത്തിൻ്റെ ഈ അവസാന മണിക്കൂറുകളിൽ ഉള്ളത്. ഊർജ്ജസ്വലമായി തന്നെ അവരെല്ലാവരും തന്നെ അവരുടെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് സുനിൽ കുമാർ, വീണ്ടും സുനിൽ ഇടുക്കിയിൽ നിന്നുണ്ട്. സുനിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇടുക്കിയിൽ തുടക്കത്തിൽ രാവിലെ സാധാരണ നിലയിൽ ഒരുപക്ഷെ നിശബ്ദമായ രീതിയിൽ സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ടർമാരെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഉച്ച കഴിഞ്ഞാണ് നേരത്തെ സുനിൽ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഇടുക്കിയിൽ സജീവമായ അല്ലെങ്കിൽ ഒരു ശബ്ദ കോലാഹലത്തോടു കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് മുന്നണികൾ മാറുന്നത്. ഇനിയിപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. സുനിൽ, ഇപ്പോൾ ഏത് തരത്തിൽ പുരോഗമിക്കുന്നു ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം? എല്ലാവരും തന്നെ നിരത്തുകളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ സജീവമായി അവർ ഇറങ്ങിക്കഴിഞ്ഞു. നാട്ടുകാരുടെ പങ്കാളിത്തം എത്രത്തോളമുണ്ട്?
ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന നിമിഷങ്ങൾ എത്തിയപ്പോഴേക്കും മിക്കവാറും പ്രദേശങ്ങളിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രചാരണ കോലാഹലം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രചാരണ വാഹനങ്ങൾ, അതുപോലെ തന്നെ ജാഥകൾ, അവസാന നിമിഷത്തിലുള്ള പ്രചാരണ കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ ഇതെല്ലാമായി നഗരങ്ങളിൽ, പല പ്രദേശങ്ങളിൽ, ഗ്രാമങ്ങളിലൊക്കെ തന്നെ നേരത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സജീവമായി തന്നെ ഇടുക്കി ജില്ലയിലെ പല പ്രദേശങ്ങളും സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. അവസാന നിമിഷത്തോടടുക്കുമ്പോൾ രണ്ട് മുന്നണികൾ തമ്മിൽ വാശിയേറിയ പോരാട്ടത്തിൻ്റെ ഒരു സാഹചര്യം തന്നെയാണ്, സ്ഥിതി തന്നെയാണ് ഇടുക്കിയിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നത്. വലിയ ജനപങ്കാളിത്തം തന്നെ ഈ പ്രദേശങ്ങളിൽ ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ വൈകാതെ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മൾ കട്ടപ്പനയിലാണ് ഇപ്പോൾ ഉള്ളത്. കട്ടപ്പനയുടെ രണ്ട് പ്രദേശങ്ങളിലായി UDF-ൻ്റെയും LDF-ൻ്റെയും കൊട്ടിക്കലാശങ്ങൾ ത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർ ഈ പ്രദേശങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുദ്രാവാക്യം വിളികളും പാട്ടുകളും നൃത്തങ്ങളുമൊക്കെയായി തന്നെ നൂറുകണക്കിന് പ്രവർത്തകർ ഈ പ്രദേശങ്ങളിലേക്ക് വലിയ തോതിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വളരെ പൊരിഞ്ഞൊരു പോരാട്ടത്തിൻ്റെ ആ സാഹചര്യത്തിലേക്ക് തന്നെ ഇടുക്കി ജില്ല എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ മൂന്നാർ പോലുള്ള പ്രദേശങ്ങളിൽ പെമ്പിളയൊരുമയുടെ സാന്നിധ്യം തോട്ടം തൊഴിലാളികളെ വലിയ തോതിൽ പ്രചാരണ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയനുകളിലുള്ള ആളുകൾക്ക് പുറമെ സ്ത്രീകളുടെ വലിയ തോതിലുള്ള പ്രചാരണ പങ്കാളിത്തം ഈ തവണ പെമ്പിളയൊരുമ പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സ്ത്രീകളുടെ പങ്കാളിത്തവും ഇത്തവണ ആ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തോട്ടം തൊഴിലാളികൾ വലിയ തോതിൽ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ ഇന്ന് ഐക്യ കർഷക സമിതിയോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട്, ഹൈറേഞ്ച് സംരക്ഷണ സമിതിയോടൊപ്പം ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF വളരെ ശക്തമായിട്ടുള്ള പ്രചാരണം അവസാന നിമിഷങ്ങളിൽ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി UDF-ഉം വലിയ ശക്തമായ പ്രചാരണങ്ങൾ, സ്ഥാനാർത്ഥികളെ അതുപോലെ തന്നെ നേതാക്കന്മാരെ എല്ലാം രംഗത്തിറക്കിക്കൊണ്ട് വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ, അണികളെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ട് വലിയ തോതിലുള്ള സജീവമായ പ്രചാരണങ്ങളാണ് അവസാന നിമിഷങ്ങൾ ഇടുക്കി ജില്ലയിൽ നാം കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ BJP-യും പതിവിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇത്തവണ BJP-ക്കും പല പ്രദേശങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രവർത്തകരും അനേകം പ്രദേശങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തകരും കൊട്ടിക്കലാശവുമായി പല സ്ഥലങ്ങളിലും രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഗോപികൃഷ്ണൻ, ഇടുക്കിയിൽ ഉച്ച കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കുറെ കൂടി സജീവമായതെന്ന് സുനിൽകുമാർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇടുക്കിയിൽ രാവിലെ സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ടുറപ്പിക്കാൻ ഏതാണ്ട് നിശബ്ദമായി ഉള്ള പ്രചാരണ പരിപാടികളിലായിരുന്നു. ഇപ്പോഴാണ് ഇടുക്കി ഈ അവസാന മണിക്കൂറുകളിൽ കുറെ കൂടി സജീവമായി ഇടുക്കിയിൽ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒരുപോലെ മുന്നണികൾ എല്ലാവരും, ഇരു മുന്നണികളും ഒപ്പം BJP-യും അവരുടെ അണികളെ നിർത്തിയുള്ള അവരുടെ ശക്തി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉത്സവ ലഹരിയിലായിരിക്കുന്നു ഇടുക്കിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം എന്നാണ് സുനിൽ നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവനന്തപുരം, കോഴിക്കോട്, കാസർഗോഡ്, ഇടുക്കി, വയനാട്, കണ്ണൂർ, കൊല്ലം 7 ജില്ലകളിൽ ആണ് ഇപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് പരിസമാപ്തിയാവുകയാണ്. ഇനി ഏതാണ്ട് 50 മിനിറ്റാണ് ബാക്കിയുള്ളത് പരസ്യപ്രചാരണം അവസാനിക്കാൻ. വിവിധ ജില്ലകളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കലാശക്കൊട്ട് നിമിഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. 4 ജില്ലകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വിവിധ ഇടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി ആളുകളെ നിരത്തി, അതോടൊപ്പം തന്നെ കൊടിതോരണങ്ങൾ തൂക്കി, വാഹന പ്രചാരണ ജാഥകൾ നിരത്തിലിറക്കിക്കൊണ്ട്, ലൗഡ് സ്പീക്കറുകളുമായി നിരത്തിലിറങ്ങിക്കൊണ്ട് അവരുടെ വോട്ടുറപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലായിടങ്ങളിലും ഒരുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമായി കൊണ്ടിരിക്കുന്നു. 4 ജില്ലകളിൽ നിന്നുള്ള വ്യത്യസ്തമായ കാഴ്ചകളും ദൃശ്യങ്ങളും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ 7 ജില്ലകളിൽ 4 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ ജില്ലകൾ, ബാക്കിയുള്ള ജില്ലകൾ മാറി മാറി അവിടെ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട്ട് ഷിത ജഗത്തുണ്ട്. ഷിത, ഇടതുമുന്നണിയുടെ റോഡ് ഷോ കോഴിക്കോട്ട് തുടങ്ങിയോ? UDF-ന്റെ പ്രചാരണ പരിപാടികൾ എന്തൊക്കെയാണ്? BJP ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിൽ ഉള്ളത്? ഗോപികൃഷ്ണൻ, ഇടതുമുന്നണിയുടെ റോഡ് ഷോ അല്പസമയം മുമ്പാണ് ഇതുവഴി കടന്നുപോയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോപ്പയിൽ ഭാഗത്താണ്. കോഴിക്കോട് കോർപ്പറേഷനോട് വളരെ അടുത്തുള്ള ഒരു
സ്ഥലമാണ്. ഇതുവഴിയായിരുന്നു ഇടതുമുന്നണി റോഡ് ഷോ കടന്നുപോയത്. എളമനക്കരി മേയർ AK പ്രേമചം, A പ്രദീപ് കുമാർ MLA തുടങ്ങിയവരായിരുന്നു റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഒപ്പം തന്നെ വിവിധ മുന്നണികളുടെ UDFന്റെ KC അബു ഉൾപ്പെടെയുള്ളവർ ഇതിലൂടെ കടന്നുപോയി എല്ലാ വോട്ടർമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ വോട്ടർമാരുടെയും വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നത്. ഒപ്പം BJP പ്രവർത്തകരും സജീവമായി രംഗത്തുണ്ട്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് P രഘുനാഥും ഇതുവഴി എല്ലാ വഴികളിലും റോഡ് എവിടെയൊക്കെ ആളുകളുണ്ടോ ആ വഴികളിലെല്ലാം കൂടെ തന്നെ കൊട്ടിക്കലാശം നടക്കുന്ന വഴികളിലൂടെ എല്ലാം തന്നെ BJPയുടെ നേതാക്കളും കടന്നു പോകുന്നുണ്ട്. ഒപ്പം സ്ഥാനാർത്ഥികളുണ്ട്. സ്ഥാനാർത്ഥികൾ സജീവമായി തന്നെ വോട്ട് ചോദിച്ച് രംഗത്തുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളും ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് എത്തിയിരിക്കുന്നത്. കോർപ്പറേഷനുകൾ ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചുമാണുള്ളത്. അപ്പം വാർഡുകളിൽ സജീവമായുള്ള കലാശക്കൊട്ടുണ്ട്. പഞ്ചായത്തുകളിൽ ഓരോരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് അതത് കേന്ദ്രങ്ങളിൽ വെച്ചാണ് കലാശക്കൊട്ട് നടക്കുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി, ഒപ്പം വടകര മുനിസിപ്പാലിറ്റി തുടങ്ങി എല്ലാ ഇടങ്ങളിലും തന്നെ സജീവമായ തോതിൽ തന്നെ ആ പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്. പ്രവർത്തകരുടെ ആവശ്യം നമുക്കിപ്പോൾ പുറത്ത് കാണാൻ കഴിയും. നൃത്തമുണ്ട്, പാട്ടുണ്ട്, വാദ്യഘോഷങ്ങളുണ്ട്, എല്ലാം ഉൾപ്പെടെ കുഞ്ഞു കുട്ടികൾ മുതലുള്ളവർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം സ്ത്രീജനങ്ങളുമുണ്ട്. സ്ത്രീജനങ്ങളും അവസാന ദിവസത്തെ ആവേശത്തിലേക്ക് അങ്ങ് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ടുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തന്നെ കൊഴുപ്പിക്കുകയാണ്. പ്രചാരണത്തിന്റെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കുന്നത്. അതിൽ അവസാനവട്ടവും വോട്ടുകൾ തങ്ങൾക്ക് ഉറപ്പിക്കാനുള്ള ഒരു നീക്കമാണ് അതിന് പിന്നിലുള്ളത്. തങ്ങളുടെ ശക്തി തെളിയിക്കുക, കൊട്ടിക്കലാശത്തിലൂടെ തങ്ങളുടെ ശക്തി തെളിയിക്കുക എന്നതാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന ദൌത്യവുമായാണ് UDF ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയിരിക്കുന്നത്. നിലനിർത്തുക എന്നൊരു ലക്ഷ്യമാണ് LDFിനുള്ളത്. ഇരു മുന്നണികൾക്കും അഭിമാന പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഒപ്പം പ്രമുഖരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മേയർ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഇന്നവരാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇരു മുന്നണികളും പ്രചരണത്തിലെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് മുനിസിപ്പാലിറ്റികളുടെ കാര്യം പറയുകയാണെങ്കിൽ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി, വടകര മുനിസിപ്പാലിറ്റി ഇടതുമുന്നണിക്ക് നേരത്തെ തന്നെ മുൻതൂക്കമുള്ള മുനിസിപ്പാലിറ്റികളായപ്പോൾ മുതൽ തന്നെ ഇടതിനൊപ്പം നിൽക്കുന്ന മുനിസിപ്പാലിറ്റികളാണ്. ഇതിനു പുറമെ പുതിയ 5 മുനിസിപ്പാലിറ്റികൾക്കുണ്ട്. ഈ ഫലം എങ്ങോട്ട് വരുമെന്നുള്ളത് പ്രവചനാതീതമാണ്. പല മുനിസിപ്പാലിറ്റികളിൽ UDFന് മുൻതൂക്കമുള്ളപ്പോൾ തന്നെ ചെറിയ മുൻതൂക്കം LDFനും ഉള്ള മുനിസിപ്പാലിറ്റികളുടെ. ഒപ്പം ഗ്രാമപഞ്ചായത്തിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ 2005 ഏറ്റവും തിളങ്ങിയ വിജയം നേടിയ ഇടതുമുന്നണിക്ക് 2010 ആകുമ്പോഴേക്കും ആ വിജയം മങ്ങിയ ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ 2005 വിജയം ആവർത്തിക്കുക എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം. അതേസമയം UDF കഴിഞ്ഞ തവണ 38 സീറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ 75-ൽ 38 നേടിയിരുന്നത് UDF ആയിരുന്നു. അതുകൊണ്ട് തന്നെ UDFന് ഈ സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം തന്നെ കൂടുതൽ പഞ്ചായത്തുകൾ തങ്ങൾക്കൊപ്പം വേണമെന്നുള്ള ഒരു ആഗ്രഹവുമായാണ് മുന്നോട്ട് പോകുന്നത്. പലയിടങ്ങളിലും പഠനപ്പിണക്കങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം തീർത്തുകൊണ്ട് ഈ കൊട്ടിക്കലാശവും പരസ്യ പ്രചാരണം അവസാനിക്കുന്ന മണിക്കൂറുകളിൽ അതെല്ലാം തീർത്തുകൊണ്ട് തന്നെ തങ്ങൾക്ക് അനുകൂലമായ ട്രെൻഡ് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും, തങ്ങൾക്ക് അനുകൂലമായി വോട്ടുകൾ വീഴും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് മുന്നണികളെല്ലാം. ഷിതയാണ് വിവരങ്ങൾ നൽകിയത്. 7 ജില്ലകളിൽ പ്രചാരണം കൊട്ടിക്കലാശത്തിൽ. 7 ജില്ലകളിലും കൊട്ടിക്കലാശം അവസാന മണിക്കൂറുകളിൽ. ഷിത, ഞങ്ങളുടെ പ്രതിനിധികൾ 7 ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. തിരുവനന്തപുരം, കോഴിക്കോട്, കാസർഗോഡ്, ഇടുക്കി, വയനാട്, കണ്ണൂർ, കൊല്ലം എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള റിപ്പോർട്ടർമാർ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഈ അവസാന മണിക്കൂറുകളിൽ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറായി നിൽക്കുന്നു. കോഴിക്കോട്ട് നിന്ന് ഷിത ജഗത്താണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഇടതുമുന്നണിയുടെ റോഡ് ഷോ അല്പം മുൻപ് കടന്നുപോയി. UDFും സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ട്. വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ ആയിക്കഴിഞ്ഞു. എല്ലാ പാർട്ടികളുടെയും പ്രവർത്തകർ അവരുടെ അണികളിൽ ആവേശം വിതറിക്കൊണ്ട് അവസാന നിമിഷങ്ങളിലും വോട്ടുറപ്പാക്കൽ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രകടനങ്ങളിലും പ്രവർത്തനങ്ങളിലുമാണ് ഇപ്പോഴുള്ളത്. പരമാവധി വോട്ടർമാരെ ഈ അവസാന നിമിഷത്തിൽ സ്വാധീനിക്കാൻ ആവശ്യമായ ഒരു ശക്തി പ്രകടനമായിരിക്കും ഈ കൊട്ടിക്കലാശത്തിൽ സംഭവിക്കുക. ഏതാണ്ട് ഇനി 45 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് പരസ്യ പ്രചാരണത്തിന് പരിസമാപ്തിയാകാൻ. അവസാന നിമിഷത്തിൽ ഏറ്റവും ഉച്ചസ്ഥായിയിൽ, ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും ആവേശപൂർവ്വം, ഏറ്റവും ആകർഷകമായി അവരുടെ പ്രചാരണ പരിപാടികൾക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഏറ്റവും അവിസ്മരണീയമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശക്തിപ്രകടനത്തിന് വേണ്ടിയുള്ള വേളയായി അവർ ഇതിനെ മാറ്റുന്നു. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പരമാവധി അവരുടെ വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടി, അവരുടെ കരുത്ത് തെളിയിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ അവരെ എന്തിന് വോട്ട് ചെയ്യണം എന്ന് അണികളിൽ നാട്ടുകാരിൽ അവരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്
ഈ അവസാന നിമിഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തന്നെ ഈ 7 ജില്ലകളിലും സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഈ അവസാന മണിക്കൂറുകളിലുണ്ട്. നാടും നഗരവും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആഘോഷ വേളയിലാണ്, ആഘോഷ ലഹരിയിലാണ് ഈ അവസാന നിമിഷങ്ങളിൽ. 7 ജില്ലകളിലാണ് 2-ാം തീയതി വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ 7 ജില്ലകളിലാണ് പരസ്യ പ്രചാരണത്തിന് ഇനിയിപ്പോൾ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളത്. തുടർന്ന് ഇനിയുള്ള മണിക്കൂറുകൾ 5 മണി കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും അണികൾക്കുമെല്ലാം നിശബ്ദ പ്രചാരണത്തിനുള്ള നിമിഷങ്ങളാണ്. 7 ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറായി നിൽക്കുന്നു. കണ്ണൂരിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തിൽ തന്നെയാണ്. കണ്ണൂരിൽ PL കിരൺ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി. കിരൺ, ഇനിയിപ്പോൾ ഏതാണ്ട് 45 മിനിറ്റാണ് കിരൺ ബാക്കിയുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം കണ്ണൂരിനെ സംബന്ധിച്ച് എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് കിരൺ പുതിയ വിശേഷങ്ങൾ? ഇനി പ്രചാരണം അവസാനിക്കാൻ മിനിറ്റുകൾ, പരസ്യ പ്രചാരണം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ നിന്നാണ് നമ്മൾ ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. അത്യന്തം ആവേശകരമായ ഒരു കലാശക്കൊട്ടിലേക്കാണ് കണ്ണൂർ നഗരവും അതുപോലെ കണ്ണൂരിന്റെ ഗ്രാമപ്രദേശങ്ങളും ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ആവേശം. കാരണം നമുക്കറിയാം കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം, അതിന്റെ കണ്ണൂരിന്റെ ഒരു പോരാട്ട വീര്യം, രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വീര്യം, ആ ഒരു പോരാട്ട വീര്യം എല്ലാം തന്നെ പ്രചാരണങ്ങളിലും കാണിക്കാൻ ഇരു മുന്നണികളും ശ്രമിച്ചിരുന്നു. അത്രയും ആ ഒരു ഊർജ്ജം തന്നെയാണ് ഇപ്പോൾ ഈ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മിനിറ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ണൂരിന്റെ ഒരു പ്രത്യേകത, ഇത്തവണ നഗരസഭ കോർപ്പറേഷനായി മാറിയിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വരാൻ പോകുന്നു. അതോടുകൂടി കണ്ണൂർ കോർപ്പറേഷൻ ആര് ഭരിക്കുന്നു എന്നത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. അതുകൊണ്ട് കണ്ണൂർ നഗരസഭ കാലാകാലങ്ങളായി UDF-ന്റെ ശക്തി കേന്ദ്രമായിരുന്നു. UDF തന്നെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നതും. എന്നാൽ ഈ കുറി കണ്ണൂർ കോർപ്പറേഷൻ അതോടെ ആര് പിടിക്കുമെന്ന ഒരു കാഴ്ചയാണ് ഇനി കാണേണ്ടത്. വളരെ ശക്തമായ പോരാട്ടത്തിലേക്ക് തന്നെ കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കണ്ണൂരിൽ പുതുതായി രൂപം കൊണ്ട നഗരസഭകൾ, നിലവിൽ രൂപം കൊണ്ട നഗരസഭകളിലെല്ലാം തന്നെ കടുത്തുറ്റ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കണ്ണൂർ കോർപ്പറേഷനിൽ ഇക്കുറി ഭരണം അത് UDF നേരത്തെ പിടിച്ചെടുക്കുമെന്ന്, വളരെ അനായാസം പിടിച്ചെടുക്കുമെന്ന് നേരത്തെ കരുതപ്പെട്ടിരുന്നെങ്കിലും അവസാന നിമിഷങ്ങളിൽ സ്ഥിതി മാറി മറിഞ്ഞിരിക്കുന്നു. കാരണം ആർക്കും ജയിക്കാം, അല്ലെങ്കിൽ അത്യന്തം വാശിയേറിയ ഒരു പോരാട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. 9 വിമതന്മാരാണ് UDF-നായിട്ടുള്ളത്. ആ 9 വിമതന്മാരുടെ മത്സരരംഗത്തേക്ക് വന്നതോടുകൂടി ആര് ജയിക്കും, അല്ലെങ്കിൽ ആർക്കാണ് കണ്ണൂർ കോർപ്പറേഷൻ പോവുക എന്ന കാര്യം ഇനി അറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മുഴുവൻ ഏതാണ്ട് 80% ഗ്രാമപഞ്ചായത്തുകളും LDF-നായിരുന്നു. ഇത്തവണ ഈ ഒരു സ്ഥിതിക്ക് മാറ്റം വരുമോ? അതുപോലെ നഗരസഭകളെല്ലാം തന്നെ, കണ്ണൂർ നഗരസഭ ഒഴിച്ച് മറ്റ് നഗരസഭകളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന്റെ കൈവശമായിരുന്നു കഴിഞ്ഞ തവണ. ഈ കുറി പുതുതായി രൂപീകരിച്ച പാനൂർ, അതുപോലെ ശ്രീകണ്ഠാപുരം, ഇരിട്ടി തുടങ്ങിയ നഗരസഭകൾ, അതിന്റെ ഭരണം ആർക്കാണ് എന്ന കാര്യവും ഇപ്പോൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ആ ഒരു ഭരണം അത് UDF-ന് ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അത് ഇടതുപക്ഷം ഏത് തരത്തിലുള്ള പ്രചാരണങ്ങൾ. കണ്ണൂർ കോർപ്പറേഷന് സമീപത്ത് നിന്നുകൊണ്ടാണ് PL കിരൺ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നേരെ കോഴിക്കോട്ടേക്ക്. കോഴിക്കോട് ജയേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പുതിയ വിവരങ്ങളുമായി. ജയേഷ്, കോഴിക്കോട്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ അവസാന നിമിഷങ്ങൾ കടന്നു പോകുന്നത്? കൊട്ടിക്കലാശത്തിലേക്ക് ഇനി ഏതാണ്ട് 45 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. ജയേഷ്, കോഴിക്കോട് നിന്നുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെ? കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തകർ അതിന്റെ കൊട്ടിക്കലാശത്തിന്റെ പരമമായ ആവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ഇനി അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ഇരു മുന്നണികളും അതുപോലെ തന്നെ BJP-യും SDP-യും വെൽഫെയർ പാർട്ടിയും ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘടനകളും പരമാവധി പ്രവർത്തകരെ റോഡിലിറക്കിക്കൊണ്ട് പരമാവധി ആവേശ പ്രകടനത്തിന്റെ അവസാന മിനിറ്റുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ അവർ വാഹനത്തിൽ വന്നുകൊണ്ട് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു, വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുന്നു. ഓരോ ഘട്ടത്തിലും ഇരു മുന്നണികളുടെയും അല്ലെങ്കിൽ വിവിധ പാർട്ടികളുടെ പ്രവർത്തകന്മാർ പരസ്യമായ ഒരു ഏറ്റുമുട്ടലേക്ക് പോകുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ ആവേശം അതിരിവിടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കോഴിക്കോട് കാണാൻ സാധിക്കുന്നത്. പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രംഗത്തെ ആവേശം അതിന്റെ അവസാന മണിക്കൂറിലും പ്രചരണത്തിന്റെ അവസാന മണിക്കൂറിലും കാത്തുസൂക്ഷിക്കാൻ ആവുന്നു എന്നുള്ളത് തന്നെയാണ് കോഴിക്കോട് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ പ്രവർത്തകർ അതിന്റെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ഒരു പരസ്യമായ ആവേശ പ്രകടനം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണ രംഗത്തെ വീറും വാശിയും അത് വോട്ടെടുപ്പ് ദിവസം വരെ കാത്തുസൂക്ഷിക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് കൊട്ടിക്കലാശത്തെ പാർട്ടികളും അതുപോലെ സ്ഥാനാർത്ഥികളും മുന്നണികളും എല്ലാം തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ
തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം പരമാവധി ആവേശഭരിതമാക്കിക്കൊണ്ട് ഈ ആവേശം മറ്റന്നാൾ നടക്കുന്ന വോട്ടെടുപ്പ് തീയതിയിലേക്കും പ്രവർത്തകരെ പരമാവധി ബൂത്തിലേക്കും അതുപോലെ തന്നെ മറ്റ് വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ഒരു തരത്തിലേക്കുള്ള ആവേശമാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് മുന്നണികൾ നടത്തിയത്. മുന്നണികളുടെ അടുക്കും ചിട്ടയുമുള്ള അല്ലെങ്കിൽ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെയും അടുക്കും ചിട്ടയുള്ള കഴിഞ്ഞ കുറെ ദിവസത്തെ പ്രവർത്തനം അത് വിജയിച്ചു എന്ന് വേണം നമുക്ക് ഈ കൊട്ടിക്കലാശത്തിന്റെ വർദ്ധിതമായ ആവേശത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ. ഇനി പോളിംഗ് ബൂത്തിലേക്കാണ്, കോഴിക്കോട് ജില്ല 2-ാം തീയതിയാണ് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊട്ടിക്കലാശത്തിലെ പരമാവധി ആവേശം അത് മറ്റന്നാൾ വരെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ഈ കൊട്ടിക്കലാശത്തെ കാണുന്നത്. പാർട്ടികളുടെ കഴിഞ്ഞ 10 ദിവസത്തെ പ്രവർത്തനങ്ങൾ അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനം, കൃത്യതയോടുള്ള പ്രവർത്തനം അത് ആവേശത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വോട്ടെടുപ്പ് ദിവസത്തിലേക്ക് മാറ്റാൻ പാർട്ടികൾക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചെറുതും വലുതുമായ പ്രകടനങ്ങൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിലെ ഈ റോഡ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. വാഹനങ്ങൾ യാത്രക്കാരെല്ലാം തന്നെ ഒരു ഭാഗത്ത് വാഹനങ്ങൾ മാറ്റിയിട്ടുകൊണ്ട് ഗതാഗത തടസ്സമുണ്ട്. എന്നിരുന്നാലും ഈ പ്രവർത്തകരുടെ ആവേശം അത് കാടയപൊട്ടി ഒഴുകുന്ന ആവേശം അത് കാണുന്ന അത് രസിക്കുന്ന തരത്തിലേക്ക് യാത്രക്കാരെല്ലാം മാറിയിരിക്കുന്നു. വീടുകളിൽ നിന്നും കടകളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ പുറത്തിറങ്ങിക്കൊണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തിറങ്ങിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ആവേശകരമായ ഈ കൊട്ടിക്കലാശത്തിന് സാക്ഷികളാവാൻ എത്തുന്നു എന്നുള്ളതാണ് കോഴിക്കോട് നിന്നുള്ള നമുക്ക് ഏറ്റവും അവസാനം ഈ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറിൽ അവസാന മിനിറ്റിൽ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന ദൃശ്യങ്ങൾ, വിവരങ്ങൾ. വയനാട്ട് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങൾ പ്രതിനിധി മനീഷ് മൂർത്തിയുണ്ട്. മനീഷ്, എന്താണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ചിത്രം? നേരത്തെ മനീഷ് പറഞ്ഞു വയനാട് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് താരതമ്യേന ശബ്ദ കോലാഹലങ്ങൾ കുറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയാണ് അവലംബിച്ചതെന്ന്. ഇപ്പോഴെന്താണ് ഈ അവസാന മണിക്കൂറുകളിൽ വയനാട്ടിലെ വിവരങ്ങൾ? ഗോപി, പരസ്യ പ്രചാരണത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. അപ്പോൾ മാത്രമാണ് വയനാട്ടിലെ നഗരങ്ങളിൽ ആവേശപൂർവമായ ഒരു പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം ആരംഭിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റയിലെ ചുങ്കം ജംഗ്ഷനിലാണ്. ഇവിടെ അതായത് ഇനി 3/4 മണിക്കൂർ മാത്രമേ ഉള്ളൂ, ഏകദേശം 3/4 മണിക്കൂർ മാത്രമേ ഉള്ളൂ കൊട്ടിക്കലാശത്തിന്റെ സമാപനത്തിന്. ഈ സമയത്താണ് വളരെ കൃത്യമായി ഇപ്പോൾ മാത്രമാണ് ഇരു മുന്നണികളും ഒപ്പം തന്നെ BJPയും കൽപ്പറ്റയിലേക്ക് എത്തിയിട്ടുള്ളത്. കൊട്ടിക്കലാശത്തിന്റെ ആവേശപൂർവമായ കൊട്ടിക്കലാശത്തിന് രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും വളരെ കൃത്യമായി ഓരോ വോട്ടറെയും കൃത്യമായി കണ്ടുകൊണ്ട് വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ഇപ്പോൾ മാത്രമാണ് അവസാന ഘട്ടത്തിൽ, വളരെ അവസാന നിമിഷങ്ങളിൽ മാത്രമാണ് കൽപ്പറ്റയിൽ, പ്രത്യേകിച്ച് വയനാട്ടിലെ നഗരപ്രദേശങ്ങളിൽ കാര്യമായ രീതിയിലുള്ള ഒരു ആവേശപൂർവമായ ഒരു അന്തിമഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കലാശക്കൂട്ടിലേക്ക് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആരംഭിച്ചിട്ടുള്ളത്. കൽപ്പറ്റയിൽ നമുക്ക് കാണാൻ സാധിക്കും അതീവ സുരക്ഷയാണ് തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിന് നൽകിയിട്ടുള്ളത്. IRB പോലുള്ള അർദ്ധ സൈനിക വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക്. ഇടുക്കിയിൽ നിന്ന് ബിജു തറയിൽ പുതിയ വിവരങ്ങളുമായിട്ട്. ബിജു, എങ്ങനെയാണ് ഇടുക്കിയിലെ ഈ കൊട്ടിക്കലാശ നിമിഷങ്ങൾ പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് പുതിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിശേഷങ്ങൾ? കഴിഞ്ഞ ദിവസം വരെ തണുത്ത ഒരു പ്രചരണ രീതിയാണെങ്കിൽ വർദ്ധിച്ച ആവേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ കൊട്ടിക്കലാശത്തിൽ ഒരുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ചെറുജാഥകളായി പ്രധാന കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പനിമിഷത്തിനകം പ്രധാന കൊട്ടിക്കലാശ കേന്ദ്രമായ കട്ടപ്പനയിൽ ഈ ജാഥകൾ, ചെറുതും വലുതുമായ ഈ ജാഥകൾ ഒത്തുകൂടും. വിവിധ മുന്നണികളുടെയും BJPയുടെയും പ്രവർത്തകർ അവിടെ ഒത്തുകൂടും. കൊട്ടിക്കലാശം വളരെ ഊർജിതമാക്കാനുള്ള അല്ലെങ്കിൽ ആവേശത്തിരയിളക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പ്രധാന മുന്നണികൾ. കഴിഞ്ഞ ദിവസം വരെ ഇടുക്കിയിലെ പ്രചരണം വളരെ തണുത്തൊരു പ്രചരണമായിരുന്നു. ആ പ്രചരണത്തിന്റെ രീതി മാറിയിരിക്കുന്നു. വളരെ ആവേശപൂർവ്വമായി തന്നെ പ്രവർത്തകർ പല ഭാഗങ്ങളിൽ ഗ്രാമത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒത്തുകൂടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് നമുക്ക് വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് അല്ല അമീനുണ്ട് വിവരങ്ങളുമായി. അമീൻ, തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കൊട്ടിക്കലാശത്തിലെത്തിക്കുമ്പോൾ എന്തൊക്കെയാണ്? ഗോപി, തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇരു മുന്നണികളും BJPയും സമാസമം പോരടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. പരസ്പരം സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സുകളും പടുകൂറ്റിന് കട്ടൗട്ടുകളും അതുപോലെ പോസ്റ്ററുകളും എന്തിക്കൊണ്ട് തലസ്ഥാന നഗരത്തിൽ ശക്തി തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു കൊട്ടിക്കലാശമാണെങ്കിലും പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗ്രാമത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ പ്രചരണ വാഹന
വാഹനങ്ങളും ഒക്കെ തന്നെ തലസ്ഥാന നഗരിയിൽ തമ്പടിച്ചുകൊണ്ട് കൊട്ടിക്കലാശത്തും ആവേശകരമാക്കാനുള്ള ഒരു ആവേശകരമാക്കുന്ന അമീൻ, ഞാൻ ഒരു നിമിഷം ഇപ്പോൾ തിരിച്ചു വരാം. അമീൻ തിരിച്ചു വരാം. കോഴിക്കോട്ട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണാം. ആവേശത്തിനിടയിൽ നേതാക്കൾ അണികൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങൾ കോഴിക്കോട്ട് നിന്ന് കാണാം. നിയന്ത്രണം വിടുന്നു, ആവേശം പരിധികൾ ലംഘിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കോഴിക്കോട്ട് നിന്ന് കാണുന്നത്. പോലീസുകാർ ഇടപെട്ട് അണികളെ ശാന്തരാക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം കോഴിക്കോട് നിന്ന്. കോഴിക്കോട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട്ട് ഇരു പാർട്ടികളിലെയും പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ അണികളെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. കോഴിക്കോട്ട് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ആവേശം അലതള്ളിയിരുന്ന കോഴിക്കോട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ജയേഷ് രാഘവൻ വിവരങ്ങളുമായുണ്ട്. ജയേഷ്, എന്താണ് കോഴിക്കോട്ടെ പ്രശ്നം? തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ പരമമായ ഒരു ആവേശത്തിലേക്ക് മാറുകയാണ്. മിനിറ്റുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് അവസാനിക്കാനുള്ളത്. കോഴിക്കോട് വെള്ളയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇടതു മുന്നണിയുടെയും UDF-ന്റെയും പ്രവർത്തകന്മാർ ചേർന്ന് ചെറിയൊരു വാക്കേറ്റമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നേതാക്കന്മാരും പ്രവർത്തകരും ഇടപെട്ടുകൊണ്ട് അത് ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും വളരെ വലിയൊരു ആവേശം, പ്രകടമായ ഒരു ആവേശത്തിലേക്ക് മുന്നണികളുടെയും പാർട്ടികളുടെയും പ്രവർത്തകന്മാർ പോകുന്നു. ആ ആവേശം പലപ്പോഴും അതിരുവിടുന്ന ഒരു കാഴ്ചയും നമുക്ക് കോഴിക്കോട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഏറ്റവും അതിശക്തമായ വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. 4.5 പതിറ്റാണ്ട് നീണ്ട ഇടതു മുന്നണിയുടെ ഭരണം തിരിച്ചുപിടിക്കാനായി UDF പ്രധാന നേതാക്കന്മാരെ രംഗത്തിറക്കിക്കൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വർദ്ധിതമായ ആവേശം UDF പ്രവർത്തകരിലും കാണുന്നുണ്ട്. എന്തു തന്നെയായാലും ഭരണ തുടർച്ചയുണ്ടാവുമെന്ന് ഇടതു മുന്നണി പറയുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കുമെന്ന പ്രഖ്യാപനവുമായാണ് UDF മത്സരിക്കുന്നത്. അതിന്റെ ഒരു അവസാനഘട്ട ആവേശം തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അല്പപ്രവർത്തകന്മാർ ശാന്തരായിട്ടുണ്ട്. എന്നതിനാലും അവരുടെ വർദ്ധിതമായ ആവേശത്തിന്, കൊട്ടിക്കലാശ ആവേശത്തിന് യാതൊരുവിധ കുറവും സംഭവിച്ചില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന മിനിറ്റുകളിലേക്ക് കടക്കുമ്പോൾ കോഴിക്കോട് വർദ്ധിച്ച ആവേശത്തിൽ തന്നെയാണ് ഇരു മുന്നണികളുടെയും അതുപോലെ തന്നെ BJP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെയും പ്രവർത്തകന്മാർ. ഈ കൊട്ടിക്കലാശ ആവേശം നേരിൽ കാണുന്നതിന് വേണ്ടി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ തമ്മിൽ നേരിയ വാക്കേറ്റം ഉണ്ടായിരുന്നു. കോഴിക്കോട് വെള്ളയിൽ നിന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. വെള്ളയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇടതു മുന്നണി UDF പ്രവർത്തകർ തമ്മിൽ നേരിയ വാക്കേറ്റമുണ്ടായി. നേതാക്കളും പോലീസും ഇടപെട്ട് അണികളെ ശാന്തരാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കോഴിക്കോട്ട് അലതള്ളിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ആവേശം. അതിനിടയിൽ ചെറിയ ചില സംഘർഷ സൂചനകളാണ് കോഴിക്കോട്ടെ വെള്ളയിൽ നിന്നുണ്ടായത്. അത് പോലീസും നേതാക്കളും ഇടപെട്ട് രംഗം ശാന്തമാക്കിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അമീൻ വിവരങ്ങളുമായുണ്ട്. അമീൻ, ഗോപി, തലസ്ഥാന നഗരിയുടെ പ്രവേശന കവാടമായ പേരൂർ കടയിലാണ് ഇപ്പോൾ പ്രധാനമായും കൊട്ടിക്കലാശം നടക്കുന്നത്. ഈ നഗരത്തിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ ശക്തമായ ഒരു പ്രചരണ പരിപാടികൾക്ക് തന്നെയാണ് എല്ലാവരും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷം ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന വോട്ടർമാരുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കുന്നതിനുള്ള ശ്രമങ്ങളും ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ട്. തലസ്ഥാനത്തെ പേരൂർ കടയിൽ ഇത്തരത്തിൽ ആവേശകരമായ ഒരു കൊട്ടിക്കലാശം നടക്കുമ്പോഴും സമാന്തരമായി വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശവും പ്രചരണ സമാപനവും പാർട്ടികളും മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇരു മുന്നണികൾക്കും BJP-ക്കും പുറമെ ചെറു കക്ഷികളും വിമതരും ഒക്കെ തന്നെ റിബലുകളും ശക്തമായി രംഗത്തുള്ള ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ വോട്ടുകളൊക്കെ തന്നെ സ്വന്തം പെട്ടിയിലാക്കി അഭിമാന പോരാട്ടം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും നഗരത്തിന്റെ പ്രദേശങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ പ്രധാനമായും ഇടത് വലത് BJP പ്രവർത്തകരാണ് ശക്തമായ കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊടിത്തോരണങ്ങൾ, ഫ്ലക്സുകൾ, സ്ഥാനാർത്ഥികളുടെ കട്ടൌട്ടുകൾ, അനൗൺസ്മെന്റ് വാഹനങ്ങൾ, ചെണ്ടമേളം തുടങ്ങി കലാപരിപാടികൾ ഉൾപ്പെടെ തങ്ങളുടെ ഈ അവസാനവട്ട പ്രചരണത്തിലൂടെ വോട്ടർമാരെ കയ്യിലെടുക്കുന്നതിനുള്ള തന്ത്രപ്പാടും ശ്രമങ്ങളും തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5 മണി കഴിഞ്ഞാൽ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. അതിനു മുമ്പ് അവസാനത്തെ കൊട്ടിക്കലാശത്തിലൂടെ തങ്ങളുടെ പ്രചരണം, അതിലൂടെ വോട്ടർമാരെ പരമാവധി കയ്യിലെടുത്തുകൊണ്ട് അഭിമാന പോരാട്ടം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രവർത്തകരും സംഘടിച്ചുകൊണ്ടിരിക്കുന്നു. അവസാന നിമിഷമായതോടുകൂടി പ്രവർത്തകരുടെ ആവേശം അണപൊട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാഴ്ച തന്നെയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആവേശകരമായിട്ടുള്ളൊരു പ്രചരണം ആവേശത്തോടുകൂടി സമാപിക്കാനുള്ള ഒരു കാഴ്ച തന്നെയാണ്, ശ്രമം തന്നെയാണ്
തയ്യാറെടുപ്പ് തന്നെയാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊട്ടിക്കലാശം അതിന്റെ ആവേശത്തിലേക്ക് അതിന്റെ അണപൊട്ടുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോപി, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് കോർപ്പറേഷൻ കാലങ്ങളായി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണയെങ്കിലും അത് തിരിച്ചു പിടിക്കാൻ UDF ശക്തമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ BJP അഭിമാന പോരാട്ടം നടത്തുമ്പോഴും തങ്ങൾ ഭരണം പിടിക്കുമെന്ന് പറയുന്ന കോർപ്പറേഷനുകളിൽ ഒന്നുകൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അത്തരത്തിൽ ശക്തമായ ഒരു അഭിമാന പോരാട്ടം ഇരു മുന്നണികൾക്കും കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും അതുപോലെ മറ്റ് പഞ്ചായത്തുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും മണിക്കൂറുകൾ മാത്രം, നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശക്തമായിട്ടുള്ളൊരു കൊട്ടിക്കലാശത്തിലേക്ക് തന്നെയാണ് തലസ്ഥാന നഗരിയിലെ രാഷ്ട്രീയ പ്രവർത്തകർ, വോട്ടർമാർ, മുന്നണികൾ, സ്ഥാനാർത്ഥികൾ കടന്നിരിക്കുന്നത്. ഗോപി, അമീനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ആവേശപൂർവ്വം നടക്കുന്നു കൊട്ടിക്കലാശം. ഇരു മുന്നണികളും BJPയും സജീവമായി തന്നെ രംഗത്തുണ്ട്. കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇരു മുന്നണികളും BJPയും സജീവമായി ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ തിരുവനന്തപുരത്തുണ്ട്. അതിന് സമാനമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുമുള്ളത്. എല്ലാവരും തന്നെ ആവേശം വിതറി അണികളിൽ ഊർജം പകർത്തി പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി ശക്തി പ്രകടനമായി ആക്കി മാറ്റുകയാണ് കൊട്ടിക്കലാശം. തിരുവനന്തപുരത്തും അമീനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം, കോഴിക്കോട്, കാസർഗോഡ്, ഇടുക്കി, വയനാട്, കണ്ണൂർ, കൊല്ലം 7 ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നത്. ഇനി ഏതാണ്ട് 20 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവേശപൂർവ്വമാണ് രാഷ്ട്രീയ പാർട്ടികൾ, ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അണികളെ നിരത്തി അവരുടെ ശക്തി പ്രകടനത്തിന് വേണ്ടി ഈ നിമിഷത്തെ വിനിയോഗിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള 24 മണിക്കൂർ സ്വാഭാവികമായും നിശബ്ദ പ്രചാരണത്തിന്റെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആഘോഷപൂർവ്വം, പരമാവധി ആളുകളെ അണിനിരത്തിക്കൊണ്ട്, പരമാവധി ശബ്ദ കോലാഹലങ്ങളോടുകൂടി റോഡ് ഷോകളിലൂടെ കൊടിതോരണങ്ങൾ നിരത്തി പലതരത്തിലുള്ള തങ്ങളുടെ ചിഹ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് എല്ലാം തന്നെ തങ്ങളുടെ സാന്നിധ്യം, തങ്ങളുടെ ശക്തി അറിയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ഈ അവസാന നിമിഷങ്ങളിൽ. കലാശക്കൊട്ട് ഗംഭീരമാക്കാനും വോട്ടറുടെ മനസ്സിൽ 2-ാം തീയതി വരെ അത് വോട്ടറുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കാനും കഴിയുന്ന തരത്തിൽ അവിസ്മരണീയമാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ. അതിൻ്റെ പ്രകടനങ്ങൾ നിരത്തുകളിൽ കാണാം. നാടും നഗരവും എല്ലാം തന്നെ ഈ തിരഞ്ഞെടുപ്പ് ആഘോഷം, ഈ കൊട്ടിക്കലാശ വേളയിൽ ഒരുപോലെ നെഞ്ചേറ്റിയിരിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ അണികളെ നിരത്തിയിരിക്കുന്നു. നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കൊപ്പം നിന്ന് വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളാണ് നടത്തുന്നത്. എല്ലാ ഇടങ്ങളിലും തന്നെ അത്യാവേശപൂർവ്വമാണ് ഇപ്പോൾ, ഈ 7 ജില്ലകളിലും അത്യാവേശപൂർവ്വമാണ് ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏതാണ്ട് 20 മിനിറ്റ് മാത്രമാണ് ഉള്ളത് കൊട്ടിക്കലാശത്തിന്. 5 മണിക്കാണ് പരസ്യപ്രചാരണം, ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ പോകുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ പുതിയ വിവരങ്ങളുമായുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അമീൻ ഏറ്റവും പുതിയ വിവരവുമായുണ്ട്. അമീൻ, തലസ്ഥാന നഗരിയിൽ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം കൊട്ടിക്കലാശത്തിന് ബാക്കി നിൽക്കെ എന്താണ് തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ പുതിയ വിവരങ്ങൾ? ഗോപി, ഒരു പൊതു തിരഞ്ഞെടുപ്പിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്ര കണ്ട ആവേശത്തിൽ തന്നെയാണ് പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളും കൊട്ടിക്കലാശവും തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിമിഷങ്ങൾ അടുക്കുന്തോറും നഗരപരിധിയിലെ കോർപ്പറേഷനിലെ അടക്കം നഗരപരിധിയിലെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പേരൂർക്കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കലാശക്കൊട്ട് നടക്കുന്ന വേദിയിലേക്ക് സ്ഥാനാർത്ഥികൾ നേരിട്ടെത്തി തന്നെ വോട്ടുറപ്പിക്കുന്ന ഒരു തിരക്കിലാണ് ഇരു മുന്നണികളിലെയും ഒപ്പം ചെറു കക്ഷികളിലെയും സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തകർ കൂടുതൽ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. മിനിറ്റുകൾ മാത്രം ബാക്കി. തങ്ങളുടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നാടും നഗരവും ഇളക്കി മറിച്ച പ്രചരണം, ശബ്ദ പ്രചരണത്തിന് സമാപനം കുറിക്കുമ്പോൾ അത് അവിസ്മരണീയമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലും ശ്രമത്തിലും തന്നെയാണ് ഇരു മുന്നണികളും. BJPയും ചെറു കക്ഷികളും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികളും BJPയുമാണ് ശക്തമായി മത്സര രംഗത്തുള്ളതെങ്കിലും ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിലും അതിനെ കവച്ചു വെക്കുന്ന തരത്തിൽ ചെറുകക്ഷികളും റിബലുകളും നിബന്ധനകളും ഒക്കെ തന്നെ രംഗത്തുണ്ട്. പെരുന്തടയിലെ ഇപ്പോഴത്തെ കലാശക്കൊട്ട് വേദിയിലും അത്തരത്തിൽ ശക്തമായി തന്നെയാണ് ഇരു കക്ഷികളും ഒക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത്.
ശക്തമായ ഒരു പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ വോട്ടുറപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് എല്ലാവരും. അത്തരം കാഴ്ചകൾ തന്നെയാണ് തലസ്ഥാന നഗരിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നഗരത്തിന്റെ മുക്കുമൂലകൾ പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ കീഴടക്കിയിരിക്കുകയാണ്, കൈയടക്കിയിരിക്കുകയാണ്. അവസാന നിമിഷം വോട്ടുറപ്പിക്കുന്നതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇവർ. ആടി ഉലയുന്ന വോട്ടർമാരെ ഈ കലാശക്കൊട്ടിന്റെ കഴിവ് പകർന്നുകൊണ്ട്, അല്ലെങ്കിൽ കലാശക്കൊട്ടിലൂടെ തങ്ങളുടെ ശക്തി പ്രചരിപ്പിച്ചുകൊണ്ട് ഇവർ വോട്ടുറപ്പിക്കുന്ന ശ്രമത്തിലാണ്. പരസ്യ പ്രചരണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ചെറു കക്ഷികളൊക്കെ തന്നെ തങ്ങൾക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അഭിമാന പോരാട്ടം നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ശക്തി തങ്ങൾക്ക് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി നടക്കുന്ന സെമി ഫൈനൽ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് പരമാവധി ഉറപ്പിക്കുന്നതിനുള്ള തന്ത്രപ്പാടിൽ തന്നെയാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ പ്രചരണ രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ കൊട്ടിക്കലാശം തിരുവനന്തപുരത്തെ കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിശേഷങ്ങളുമായി ഇപ്പോൾ ശ്യാം ആർ ബാബു കൊല്ലത്ത് നിന്നുമുള്ള അവസാനവട്ട ചിത്രവുമായുണ്ട്. ശ്യാം, എന്താണ് കൊല്ലത്ത് നിന്ന് ഉള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ആവേശത്തിന്റെ അവസാനവട്ട നിമിഷങ്ങൾ, അവസാന വിവരം? പരസ്യ പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പ്രചാരണ പ്രവർത്തനം അങ്ങേയറ്റം വാശിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ സംഘങ്ങളായി, ചെറിയ ചെറിയ സംഘങ്ങളായി പല മേഖലകളിൽ നിന്നും ചിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പല മേഖലകളിൽ പ്രധാനപ്പെട്ട ഡിവിഷനുകളുടെ കൊല്ലം കോർപ്പറേഷനിലെ വിവിധ ഡിവിഷനുകളുടെ കേന്ദ്രങ്ങളിൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ സംഘങ്ങളായി ഒന്നിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു പരസ്യ പ്രചാരണം കൊട്ടിക്കലാശത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP-യും അവരുടെ അങ്ങേയറ്റം അവരുടെ ശക്തി തെളിയിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഡിവിഷനിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വലിയ തരത്തിലുള്ള ത്രികോണ മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും LDF-ഉം അതുപോലെ തന്നെ UDF-ഉം BJP SNDP സഖ്യവും ഇവിടെ വലിയ രീതിയിലുള്ള LDF-ഉം UDF-ഉം ഇവിടെ വലിയ തരത്തിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഒരു വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് കൊല്ലത്ത് നടക്കുന്നത്. കൊല്ലം കോർപ്പറേഷന് വേണ്ടി അങ്ങേയറ്റം വാശിയോടെയുള്ള മത്സരം കൊല്ലം കോർപ്പറേഷന് വേണ്ടി നടക്കുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലം കോർപ്പറേഷൻ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി LDF അതിനെ പരമാവധി ശ്രമിക്കുന്നു. LDF കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി UDF-ഉം ശ്രമിക്കുന്നു. വലിയ തരത്തിലുള്ള വാശിയോടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് UDF ചൂണ്ടിക്കാണിക്കുന്നത് കൊല്ലം കോർപ്പറേഷനിലെ അഴിമതിയാണെങ്കിൽ LDF ഇപ്പോൾ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത് ബാർക്കോഴയും അതുപോലെ തന്നെ ബീഫ് വിവാദവും ഒക്കെയാണ് LDF പ്രധാനമായും ചർച്ചാ വിഷയമാക്കുന്നത്. മാത്രമല്ല കൊല്ലം കോർപ്പറേഷൻ മേഖലയിൽ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ തോതിൽ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ബീഫ് രാഷ്ട്രീയം അതുകൊണ്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല കൊല്ലം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അഴിമതി കഥകളും മാത്രമല്ല വിവിധ നഗരസഭകളുമായി ബന്ധപ്പെട്ട് ചില കഥകൾ ഉയർന്നിരുന്നു. ഇത് വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്. ശ്യാം ആർ ബാബുവാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കാസർകോട്ടെ വിവരങ്ങളുമായി ഷഫീഖ് നസറുണ്ട്. ഷഫീഖ്, കാസർഗോഡ് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കാസർഗോഡ് എങ്ങനെയാണ് ഇപ്പോൾ കൊട്ടിക്കലാശത്തിൽ ഇരു മുന്നണികളും BJP-യും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുള്ളത്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ത്രിതല പഞ്ചായത്ത് നഗരസഭ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ കൊട്ടിക്കലാശമാണ് കാസർഗോഡ് നഗരസഭയിൽ നടക്കുന്നത്. മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള കാസർഗോഡ് നഗരസഭയിൽ ഓരോ വോട്ടും തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിലാണ് പ്രവർത്തകരുള്ളത്. ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത് എങ്കിൽ കടങ്കരയിലെ പ്രവർത്തകർ വളരെ വലിയ ആവേശത്തിലാണ് അതിന്റെ കൊട്ടിക്കലാശം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് റിബൽ സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട്. മുസ്ലിം ലീഗിന് വലിയ സ്വഭാവത്തിലുള്ള റിബൽ ഉണ്ട്. എങ്കിലും ഓരോ വോട്ടും തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ജയേഷ് രാഘവനുണ്ട് കോഴിക്കോട്ട് നിന്ന്. ഷഫീഖ്, നന്ദി. ജയേഷ് രാഘവനുണ്ട് കോഴിക്കോട്ട് നിന്ന്. ജയേഷ്, നേരത്തെ അതിരുവിട്ട ആഘോഷം ഇപ്പോൾ നിയന്ത്രണ വിധേയമായോ? വെള്ളയിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ഇപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പരിസമാപ്തിയാകുമ്പോൾ അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? പ്രവർത്തകർ ആവേശം അതിന്റെ അണപൊട്ടി ഒഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആവേശ പ്രകടനത്തിൽ ചില വിഷയങ്ങൾ മാത്രം, പക്ഷേ രാഷ്ട്രീയം തന്നെയാണ് കോഴിക്കോടിന്റെ മനസ്സിൽ. കോഴിക്കോട് ജില്ല ചരിത്രപരമായ രാഷ്ട്രത്തിൽ ഏറെ നിർണായകമായ സ്ഥാനങ്ങൾ അലങ്കരിച്ച ജില്ലയാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ ജില്ലയാണ്. കേളപ്പന്റെയും അതുപോലെ ഈ മൊയ്തു മൗലവിയുടെയും ജില്ലയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളുടെ പ്രവർത്തന കേന്ദ്രമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും കോഴിക്കോട് അതിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുകയാണ്. കോഴിക്കോടിന്റെ മനസ്സിൽ സംശുദ്ധമായ രാഷ്ട്രീയം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ആവർത്തനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും നമുക്ക് കോഴിക്കോട് കാണാൻ സാധിക്കുന്നത്. മറ്റു തരത്തിലുള്ള വർഗീയ ചിന്താഗതികൾ
സ്ഥാനാർത്ഥികൾക്ക് കോഴിക്കോട് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരു മുന്നണികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പിന്റെ അതിന്റെ രാഷ്ട്രീയ ആവേശത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ പരസ്പരം സംയമനം പാലിക്കുന്നു, നേതാക്കന്മാർ പ്രവർത്തകരെ നിയന്ത്രിക്കുന്നു. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. ആ ഉത്സവത്തിൽ പങ്കുചേരാനായി നാടും നഗരവും ഒന്നാകെ കോഴിക്കോട് നഗരത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ വീടുകൾ അടച്ചിട്ടുകൊണ്ട് ഈ കൊട്ടിക്കലാശം നടക്കുന്ന റോഡിന് ഇരുവശത്തേക്ക് മാറി നിൽക്കുന്നു. ആളുകൾ കടകൾ അടച്ചുകൊണ്ട് ഈ കൊട്ടിക്കലാശം കാണാനും അതുപോലെ തന്നെ കൊട്ടിക്കലാശത്തിൽ പങ്കാളികളാവാനും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു വിജയം തന്നെയാണ്. കോഴിക്കോട് അതിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അതിന്റെ ചരിത്രപരമായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെയും കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്തു തന്നെയായാലും തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ പാരമ്പര്യത്തിലേക്ക് നിന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ നിശബ്ദ പ്രചരണത്തിലേക്ക് നീങ്ങുന്നതിന്റെ മിനിറ്റുകൾ മുമ്പ് തന്നെ വളരെ വലിയ ആവേശത്തോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ഉത്സവമാക്കി മാറ്റുകയാണ് കോഴിക്കോട്ടെ മുന്നണികളുടെ പ്രവർത്തകന്മാർ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകന്മാർ. ഈ ആവേശം, കൊട്ടിക്കലാശത്തിലെ ആവേശം തിരഞ്ഞെടുപ്പ് ദിവസത്തിലേക്കും കടക്കാനുള്ള ഒരു ആവേശം കൂടിയാണ്. വോട്ടർമാരെ പരമാവധി ബൂത്തുകളിൽ എത്തിക്കാനുള്ള ഒരു ആവേശം നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ അതിനുള്ള ഒരാവേശം പകരുന്നതുകൂടിയാണ് ഈ കൊട്ടിക്കലാശം. അതിന്റെ എല്ലാ തരത്തിലുള്ള ആവേശവും ഈ കൊട്ടിക്കലാശത്തിൽ കോഴിക്കോട് കാണാം. ഗോപികൃഷ്ണൻ, തിരുവനന്തപുരത്ത് അമീൻ വിവരങ്ങളുമായിട്ട്. അമീൻ, ഇനി 5 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. വിവരങ്ങൾ എന്തൊക്കെ? ഗോപി, അവസാന നിമിഷങ്ങളിലേക്ക് കടക്കും തോറും ചെറിയ തോതിലുള്ള സംഘർഷ സാധ്യതയും കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ BJP പ്രവർത്തകർ ഒരു പ്രകടനമായി CPM പ്രവർത്തകരുടെ LDF പ്രവർത്തകരുടെ ഇടയിലേക്ക് പോയി തടയാൻ പോലീസ് ശ്രമിച്ചു. ഇത് ഇരു കൂട്ടരും പോലീസ് തമ്മിൽ നേരിയ തോതിലൊരു വാക്കുതർക്കത്തിന് കാരണമായി. എന്നാൽ നേതൃത്വം ഇടപെട്ട് പ്രവർത്തകരെ ഇപ്പോൾ പിന്തിരിപ്പിച്ചിരിക്കുകയാണ്. ഏതായിരുന്നാലും അവസാന നിമിഷങ്ങളിലേക്ക് കടക്കും തോറും ആവേശകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് തലസ്ഥാന നഗരിയിൽ കാണാൻ സാധിക്കുന്നത്. തങ്ങളുടെ വോട്ട് അരക്കിട്ട് ഉറപ്പിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും പുറത്തെടുത്തുകൊണ്ടുള്ള പരമാവധി തിരുവനന്തപുരത്ത് ആവേശം അലതല്ലുകയാണ്. അമീനാണ് വിവരങ്ങൾ നൽകിയത്. നേരിയ തോതിലുള്ള സംഘർഷത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെങ്കിലും നേതൃത്വം ഇടപെട്ട് രംഗം ശാന്തമാക്കിയിരിക്കുന്നു. കോഴിക്കോട്ട് നിന്ന് ജയേഷ് വീണ്ടുമുണ്ട്. ജയേഷ്, കോഴിക്കോട്ട് എന്താണ് ഒടുവിൽ ചിത്രം? കോഴിക്കോടും തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. പ്രവർത്തകൻ മിനിറ്റുകൾ മാത്രം, 5 മിനിറ്റ് മാത്രമാണ് കൊട്ടിക്കലാശം സമാപിക്കാനുള്ളത്. വളരെ വലിയൊരു ആവേശം. കോഴിക്കോടിന്റെ രാഷ്ട്രീയ ചിന്ത, ആ പ്രബുദ്ധത, രാഷ്ട്രീയ പ്രബുദ്ധത അത് ഉയർത്തിക്കാട്ടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന്റെ അവസാന മിനിറ്റുകളിലും കോഴിക്കോട് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുന്നണികളുടെയും പാർട്ടികളുടെയും പ്രവർത്തകന്മാർ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉച്ചത്തിൽ പാട്ടുപാടിക്കൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ ഉറക്കെ ആകാശത്തിലേക്ക് വീശിക്കൊണ്ട് വളരെ വലിയൊരു തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ ലഹരിയിൽ തന്നെയാണ്. ഇനി മിനിറ്റുകൾ മാത്രമാണ് പരസ്യ പ്രചരണത്തിന് അവസാനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ആവേശം ഇവിടെ കാണാൻ സാധിക്കുന്നു. കോഴിക്കോട് നഗരത്തിൽ പല ഭാഗങ്ങളിലും വളരെ വലിയ ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബീച്ച് പ്രദേശമായ വെള്ളയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എല്ലാ പാർട്ടികളുടെയും പ്രചരണത്തിന്റെ അവസാന കൊട്ടിക്കലാശ മിനിറ്റുകളിലേക്ക് നേതാക്കളും പ്രവർത്തകരും എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഇവിടെ ഇതുവഴി പോയ വാഹനങ്ങളൊക്കെ ഈ ബ്ലോക്കിൽപ്പെട്ടിരിക്കുകയാണ്. ആ വാഹനത്തിന്റെ മുകളിലൊക്കെ കയറി നിന്നുകൊണ്ട് പ്രവർത്തകർ ആവേശം പ്രകടിപ്പിക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കൊട്ടിക്കലാശം കാണാൻ വേണ്ടി വീടുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ആളുകൾ കടകൾ അടച്ചുകൊണ്ട് ഈ കൊട്ടിക്കലാശത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ, മുന്നണി പ്രവർത്തകരുടെ ആവേശത്തിൽ പങ്കാളികളാവുന്നു. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ. തിരുവനന്തപുരം, കോഴിക്കോട്, ഇടുക്കി, വയനാട് 4 ജില്ലകളിലെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുന്നതിന്റെ ചിത്രങ്ങൾ കാണാം. അമീനിലേക്ക് വീണ്ടും. തിരുവനന്തപുരത്ത് നിന്ന് അമീൻ, എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ, ചിത്രം? ഗോപി, നാടും നഗരവും ഇളക്കി മറിച്ച പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം അതിന് പരിസമാപ്തി കുറിക്കാൻ നിമിഷങ്ങൾ മാത്രം, സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ ആവേശത്തിന്റെ കൊടുമുടിയിൽ തന്നെയാണ് പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ തന്നെ തങ്ങളുടെ വോട്ട് ഈ ശക്തി പ്രകടനത്തിലൂടെ, ഈ കലാശക്കൊട്ടിലെ ശക്തി പ്രകടനത്തിലൂടെ കൂടുതൽ വോട്ടുകൾ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായൊരു ശ്രമം തന്നെയാണ് മുന്നണികളുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചെറു കക്ഷികളും റിബലുകളും വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ആടി ഉലയുന്ന വോട്ടർമാരുടെ വോട്ട് തങ്ങളുടെ
സ്ഥാനത്തേക്ക് തങ്ങളുടെ പെട്ടിയിൽ തന്നെ ആക്കുന്നതിനുള്ള അവസാനവട്ട ശ്രമം അത് പരമാവധി വിജയിപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് എല്ലാവരും. ഏതാണ്ട് സെക്കൻഡുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുന്നു. സെക്കൻഡുകൾ കൂടി കഴിയുമ്പോൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലുള്ള പരസ്യ പ്രചാരണത്തിന് പരിസമാപ്തി കുറിക്കും. ഈ ആവേശ കടൽ തന്നെയാണ്, ആവേശ തിരയിളക്കിക്കൊണ്ടുള്ള ഒരു കലാശക്കൊട്ട് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 5 മണിക്ക് ശേഷം രഹസ്യ പ്രചരണമാണ്, നിശബ്ദ പ്രചരണമാണ് നടക്കുന്നത്. അതിനു മുമ്പുള്ള അവസാന നിമിഷങ്ങൾ അത് എല്ലാ തരത്തിലും വിജയിപ്പിക്കാനുള്ള, ഓരോരുത്തരെയും കവച്ചു വെക്കുന്ന തരത്തിൽ മുന്നേറുന്നതിനുള്ള ഒരു പോരാട്ടവും പരിശ്രമവും തന്നെയാണ് ഇരു മുന്നണികളും BJPയും സ്ഥാനാർത്ഥികളും ഒപ്പം ചെറു കക്ഷികളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ര കണ്ട് ആവേശകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്, ഒരു അന്തരീക്ഷം തന്നെയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് നൽകാൻ സാധിക്കുന്നത്. ഓരോ മുക്കുമൂലകളിൽ ഇത്തരത്തിൽ ആളും ആരവവുമായി എല്ലാവരും 7 ജില്ലകളിൽ കൊട്ടിക്കലാശം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് പരിസമാപ്തിയായിരിക്കുന്നു. 7 ജില്ലകളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരശീല വീണ് കഴിഞ്ഞിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഇനി മുതൽ പരസ്യ പ്രചാരണമില്ല. ഇനി വരുന്ന നിമിഷങ്ങൾ നിശബ്ദ പ്രചാരണത്തിനായി നീക്കിവെക്കും. പരസ്യ പ്രചാരണത്തിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന, വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലും പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രചാരണം അതിന്റെ കൊടുമുടിയിൽ, ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുകയായിരുന്നു. ഈ നിമിഷങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകരും അവരുടെ അണികളും നേതാക്കളും എല്ലാം തന്നെ പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി മുതൽ ലൗഡ് സ്പീക്കറുകൾ ഉണ്ടാകില്ല. ശബ്ദ കോലാഹലമില്ലാത്ത നിശബ്ദമായ പ്രചാരണത്തിന്റെ നിമിഷങ്ങളാണ് ഇനി മുതൽ. വോട്ടെടുപ്പ് ദിനം വരെ, തിങ്കളാഴ്ച വരെ ഇനി മുതൽ സ്ഥാനാർത്ഥികൾ വീടാന്തരം കയറി അവരുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലായിരിക്കും. നിശബ്ദമായി മാറിയിരിക്കുന്നു. ശബ്ദ കോലാഹലങ്ങളുടെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിന്ന് നിശബ്ദതയിലേക്ക് വീണുപോയിരിക്കുന്നു. പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീണിരിക്കുന്നു. 7 ജില്ലകളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് ഉള്ള തിരശ്ശീല വീണിരിക്കുകയാണ്. തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ദൃശ്യങ്ങൾ നിങ്ങൾ കാണാം. അമീൻ, തിരുവനന്തപുരത്ത് പരസ്യ പ്രചാരണം അവസാനിച്ചില്ലേ? അമീൻ. ഗോപി, പരസ്യ പ്രചരണത്തിനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയാണ് ഇപ്പോൾ പോലീസുകാർ. നേതൃത്വത്തെ ഇടപെടുവിച്ച് പ്രവർത്തകരെ മുഴുവൻ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ അതിന്റെ കൊടുമുടിയിൽ തന്നെയാണ്. ഇപ്പോൾ പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ മറ്റു ശബ്ദ കോലാഹലങ്ങളോടുകൂടി പ്രചരണത്തിന്റെ അവസാന നിമിഷവും ആഘോഷമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. നേതാക്കന്മാരെ ഇടപെടുവിച്ച് പ്രവർത്തകരെ ഇവിടെ നിന്ന് പറഞ്ഞുവിടുന്നുള്ള ശ്രമമാണ്. എന്നാൽ ഇരു കൂട്ടരും അതുപോലെ തന്നെ BJP ഇരു മുന്നണിയിലും BJPയുടെയും പ്രവർത്തകർ നമുക്ക് എല്ലായിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. അമീൻ, ഞാൻ തിരിച്ചു വരാം. എല്ലായിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീണിരിക്കുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ഇനി മുതൽ പരസ്യ പ്രചാരണം ഇല്ല. ഇനിയുള്ള നിമിഷങ്ങളിൽ നിശബ്ദ പ്രചാരണത്തിനായി മാറ്റിവെക്കേണ്ടതാണ്. സ്ഥാനാർത്ഥികൾ വീടുകളിൽ കയറി അവരുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും നാളെ ഒരു ദിവസം വിനിയോഗിക്കുക. തിങ്കളാഴ്ച ഈ 7 ജില്ലകളും ജനവിധി തേടുന്നു. 7 ജില്ലകളിലും വോട്ടെടുപ്പ് 2-ാം തീയതി തിങ്കളാഴ്ച നടക്കും. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് പരിസമാപ്തിയായി. കോഴിക്കോട്ട് നിന്ന് ജയേഷ് രാഘവൻ. ജയേഷ്, കോഴിക്കോട്ട് ഈ അവസാന നിമിഷങ്ങളിൽ പ്രചാരണം എത്രത്തോളം സമ്പന്നമായിരുന്നു? ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായോ? ഗോപി, യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും കോഴിക്കോട്ട് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ കൊട്ടിക്കലാശം അതിന്റെ ഏറ്റവും വലിയ ആവേശത്തിന്റെ പാരമ്യത്തിൽ തന്നെ സമാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരം. 5 മണിക്ക് തന്നെ കൃത്യമായി പ്രവർത്തകർ ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ പിന്മാറി. നേതാക്കൾ പറഞ്ഞതോടുകൂടി പ്രവർത്തകർ പരസ്യമായി പ്രചരണം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ്. കൊട്ടിക്കലാശം അതിന്റെ എല്ലാവിധത്തിലുള്ള ആവേശത്തോടു കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉത്സവമാക്കി മാറ്റിയത്. കൊട്ടിക്കലാശം എന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റന്നാൾ നടക്കുന്ന വോട്ടെടുപ്പിൽ പരമാവധി വോട്ടർമാരെയും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരെയും സജ്ജരാക്കാനുള്ള ഒരു പ്രവർത്തന പദ്ധതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ആവേശം തന്നെയാണ് കൊട്ടിക്കലാശത്തിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 10-20 ദിവസക്കാലമായിക്കൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയ അതേ ആവേശം തന്നെ കൊട്ടിക്കലാശത്തിന്റെ സമയം വരെ കാത്തുസൂക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൊട്ടിക്കലാശം നടക്കുന്ന ഇടങ്ങളിൽ അവരെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ തിരിച്ചു
വർദ്ധിപ്പിക്കാനും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ആളുകളൊക്കെ തന്നെ കടകൾ അടച്ചുകൊണ്ട് തന്നെ ഈ കൊട്ടിക്കലാശത്തിൽ കാണാനും അതുപോലെ ഇതിൽ പങ്കാളികളാവാനും കഴിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട് നിന്ന് കാണാൻ സാധിച്ചത്. കോഴിക്കോട് ജില്ല അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നാളുകൾ ഏറെ പ്രാധാന്യം പറയുന്ന ഒട്ടനവധി ചരിത്രപരമായ നേട്ടങ്ങളുടെ ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആവേശം തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന്റെ അവസാന വേളയിലും കോഴിക്കോട് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തു തന്നെയായാലും വളരെ വലിയ ഒരു ആവേശത്തോടു കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് കോഴിക്കോട് നിന്ന് ജയേഷ് രാഘവനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് ഉണ്ട്. സുനിൽ ഐസക്, എങ്ങനെയായിരുന്നു കൊട്ടിക്കലാശം തിരുവനന്തപുരം ജില്ലയിൽ? എത്രത്തോളം ആവേശപൂർവ്വമാണ് ത്രികോണ മത്സരം ശക്തമായുള്ള തിരുവനന്തപുരം ജില്ലയിൽ ഇരു മുന്നണികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കൊട്ടിക്കലാശത്തിൽ പങ്കുചേർന്നത്? ഗോപി, തീർച്ചയായിട്ടും നാടും നഗരവും ഇളക്കി മറിച്ചുള്ള പരസ്യ പ്രചാരണത്തിന്റെ മഴ പെയ്തു തോർന്നിരിക്കുന്നു. മിനിറ്റുകൾക്ക് മുമ്പാണ് ഇവിടെ കൊട്ടിക്കലാശം അവസാനിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള കാടിളക്കിയുള്ള ഒരു പ്രചാരണമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അവസാന മണിക്കൂറുകൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ആവേശോജ്വലമായ ഒരു മണിക്കൂറുകൾ തന്നെയായിരുന്നു, അതിൻ്റെ ആവേശോജ്വലമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. നേരിയ തോതിലുള്ള ചെറിയ സംഘർഷങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടായാൽ ഒഴിച്ചാൽ മറ്റ് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും ഉണ്ടായിട്ടില്ല. വലിയ തോതിൽ പോലീസും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വവും വലിയ തോതിലുള്ള സംയമനം പാലിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഈ കഴിഞ്ഞ കുറേ മണിക്കൂർ നടത്തിയ പ്രചാരണം എങ്ങനെ ഫലം കാണും എന്നുള്ളത് ഇനി വരുന്ന മണിക്കൂറുകൾ തന്നെ കാത്തിരുന്ന് കാണേണ്ടി വരും. ഇനിയുള്ളത് വളരെ ചെറിയ സമയങ്ങൾ മാത്രമാണ്. നാളെ ഒരൊറ്റ ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആദ്യഘട്ട വോട്ടെടുപ്പിനായി ഒരുങ്ങി നിൽക്കുന്ന മറ്റു ജില്ലകളിലേക്ക് കൂടി പോകട്ടെ. ഇടുക്കിയിൽ നിന്ന് ബിജു തറയിൽ, കൊല്ലത്ത് ശ്യാമാർ ബാബു ഉണ്ട്. കൊല്ലത്തിലേക്ക് ആദ്യം ശ്യാം, ഒരുപക്ഷെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം കൊല്ലത്ത് നടക്കുന്നത് കോർപ്പറേഷനിലേക്കാണ്. എങ്കിലും RSPയുടെ നിലപാടും മറ്റും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഏതു തരത്തിലുള്ള ആവേശമായിരുന്നു കൊട്ടിക്കലാശത്തിൽ കൊല്ലം ജില്ലയിൽ മുന്നണികൾക്കിടയിൽ ഉണ്ടായത്? ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങളുടെ അങ്ങേയറ്റം വാശിയോടെയുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിച്ചത്. ഒരുപക്ഷെ കൊല്ലം നഗരത്തെ അങ്ങേയറ്റം ആവേശത്തിൽ ഉയർത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു കൊട്ടിക്കലാശം സംഘടിപ്പിക്കുന്നതിന് ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിച്ചിട്ടുണ്ട്. UDFും LDFും ഇഞ്ചോടിഞ്ച് കൊട്ടിക്കലാശത്തിലും ഇഞ്ചോടിഞ്ച് പോരാടുന്നു എന്ന തെളിവ് തെളിയിക്കുന്ന തരത്തിലായിരുന്നു ഇരുവരും കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിരുന്നത്. മറ്റുള്ളവരും ഇത്തരത്തിൽ തന്നെ കൊല്ലം നഗരത്തിൽ വലിയ തോതിൽ തന്നെ പരിപാടി സംഘടിപ്പിച്ചു, കൊട്ടിക്കലാശം സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ കൊല്ലം നഗരത്തെ കൂടാതെ പുനലൂർ, പത്രാപുരം, ഇരവിപുരം തുടങ്ങിയ നിർണായകമായ മത്സരങ്ങൾ നടക്കുന്ന പരവൂർ നഗരസഭ തുടങ്ങിയ കേന്ദ്രങ്ങളിലും വലിയ തരത്തിലുള്ള കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിരുന്നു. വലിയ തോതിലുള്ള കോഴിക്കോടും പോലെ കൊല്ലത്തും ആവേശം അലതല്ലുകയായിരുന്നു കൊട്ടിക്കലാശത്തിൽ. ഇടുക്കിയിൽ ബിജു തറയിലുണ്ട്. ബിജു, ഇടുക്കിയിൽ ഇന്ന് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു മന്ദഗതിയിലായിരുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം അത്യാവേശത്തിലല്ലേ കൊട്ടിക്കലാശത്തിൽ അവസാനിച്ചത്? ഗോപികൃഷ്ണൻ, മുൻപ് തെരഞ്ഞെടുപ്പുകളെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു ആവേശത്തിലായിരുന്നില്ല ഇടുക്കിയിലെ കൊട്ടിക്കലാശം. പ്രചരണത്തിൽ എന്നതുപോലെ ഒരു തണുപ്പും മറ്റും തന്നെ ആയിരുന്നെങ്കിലും ഗ്രാമാന്തരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ ഒത്തുകൂടി ഒരു കൊട്ടിക്കലാശ രീതിയായിരുന്നു ഇത്തവണ ഇടുക്കിയിൽ എവിടെയും കണ്ടിരുന്നത്. ഇത് തന്നെ സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും ഒരുപോലെ ആശങ്കപ്പെടുന്ന ഒരു രീതികൂടെയാണ് ഇത്. കാരണം അടിയൊഴുക്കുകൾ എങ്ങോട്ടാണ് എന്ന് ചിന്തിക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് പ്രവർത്തകരും നേതാക്കളും ഒരുപോലെ കരുതുന്നത്. കാരണം പഴയതുപോലെ, അതായത് മുൻകാല തെരഞ്ഞെടുപ്പ്, ഇതിന് തൊട്ടുമുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ഇതിന് മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊന്നും കാണാത്ത രീതിയിൽ കൊട്ടിക്കലാശം വളരെ ഒരു തണുത്ത രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയത്. എങ്കിൽ തന്നെയും ആവേശം തോരാതെ തൊടുപുഴയിലും കട്ടപ്പനയിലും. ഇടുക്കിയിൽ നിന്ന് ബിജു തറയിലാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നിന്ന് PL കിരണുണ്ട് വിവരങ്ങളുമായി. കിരൺ, രാഷ്ട്രീയ പോരാട്ടം ശക്തമായി നിൽക്കുന്ന ഇടമാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ജില്ലയിൽ ഏത് തരത്തിലായിരുന്നു കൊട്ടിക്കലാശം? ആ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ എല്ലാ ആവേശവും നിറഞ്ഞു തന്നെയായിരുന്നു കണ്ണൂർ ജില്ലയിലെ കൊട്ടിക്കലാശം. കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കൂത്തുപറമ്പ്, തലശ്ശേരി, തളിപ്പറമ്പ്, പയ്യന്നൂർ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ അതിന്റെ എല്ലാ ആവേശങ്ങളും നിറഞ്ഞ അർത്ഥത്തിൽ തന്നെയായിരുന്നു കൊട്ടിക്കലാശം ഉണ്ടായത്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ സംഘർഷ സാധ്യത ഏറെയുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ അടക്കമുള്ള ജില്ലയാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ പോലീസ് അതീവ സുരക്ഷ ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്നു. കർണാടക പോലീസിന്റെ
കമ്പനി അടക്കം ഇവിടെ വിന്യസിച്ചിരുന്നു. ഇതുകൊണ്ട് എന്നാൽ പറയത്തക്ക വിധത്തിലുള്ള യാതൊരുവിധ അക്രമ സംഭവങ്ങളും ഈ ഒരു കൊട്ടിക്കലാശത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കാരണം അത്രത്തോളം വീറും വാശിയും നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു നമുക്ക് ഈ കൊട്ടിക്കലാശത്തിൽ കാണാൻ സാധിച്ചത്. ഇടതുമുന്നണിയുടെയും അതുപോലെ തന്നെ UDF-ന്റെയും BJP-യുടെയും പ്രവർത്തകർ ഇവരെല്ലാം തന്നെ കണ്ണൂർ നഗരത്തിൽ ഒത്തുചേർന്നിരുന്നു. അവർ മുദ്രാവാക്യങ്ങൾ വിളിച്ചു, അവർ ഗാനങ്ങൾക്കൊപ്പം ചുവടുവെച്ചു. പക്ഷേ ഒരിടത്ത് പോലും അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ല. ഇതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നത് പോലീസിനോട് തന്നെയാണ്. കാരണം എല്ലാ ആളുകൾക്കും നിശ്ചിത സമയം കൊടുത്തു, നിശ്ചിത സ്ഥലം കൊടുത്തുകൊണ്ട് സംഘർഷ സാധ്യത പരമാവധി ഒഴിവാക്കിക്കൊണ്ട് പോലീസ് ഇടപെട്ടു. അതുകൊണ്ട് തന്നെ യാതൊരു സംഘർഷവും ഉണ്ടായില്ല. മാത്രമല്ല കണ്ണൂരിൽ നിന്ന് PL കിരണാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് നിന്ന് മനീഷ് മൂർത്തിയുണ്ട്. മനീഷ്, വയനാട് താരതമ്യേന ശബ്ദ കോലാഹലങ്ങൾ കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നല്ലോ വയനാട് ഉണ്ടായിരുന്നത്. കൊട്ടിക്കലാശ നിമിഷങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു വയനാട്. നേരത്തെ വൈകിയാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ആവേശപൂർവ്വമായ ഒരു കുട്ടിക്കലാശമാണ് കൽപ്പറ്റയിൽ നടന്നത്. കൽപ്പറ്റയിൽ മാത്രമല്ല മുസ്ലിം മാനന്തവാടി പ്രധാന ടൗണുകളിലെല്ലാം തന്നെ ആവേശപൂർവ്വമായിരുന്നു വയനാട്ടിലെ കുട്ടിക്കലാശവും. അല്പസമയം മുമ്പ് കുട്ടിക്കലാശം അവസാനിച്ചു. LDF-ന്റെ കാര്യമായ മനീഷ്, ചില തടസ്സമുണ്ടായിട്ടുണ്ട് തത്സമയം എടുക്കുന്നതിൽ. ശബ്ദം വ്യക്തമല്ല. ഞാൻ തിരിച്ചു വരാം മനീഷിലേക്ക്. കാസർഗോഡ് നിന്ന് ഷഫീഖ് നസറുള്ളുണ്ട്. ഷഫീഖ്, ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന കാസർഗോഡ് ഇരു മുന്നണികളും BJP-യും സജീവമായി ഉണ്ടായിരുന്നു കുട്ടിക്കലാശത്തിൽ. ഗോപി, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കാസർഗോഡ് ജില്ലയിൽ ഇരു മുന്നണികളും BJP-യും ശക്തമായ പ്രചാരണമാണ്. അതിന്റെ പ്രചാരണത്തിന്റെ അവസാന സമയം നടത്തിയത്. കൊട്ടിക്കലാശം ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശമാണ് കാസർഗോഡ് ജില്ലയിൽ എവിടെയും കാണാൻ സാധിച്ചത്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശം വലിയ സ്വഭാവത്തിൽ ആൾക്കൂട്ടമുള്ള കൊട്ടിക്കലാശം ഉണ്ടായിരുന്നില്ല. ഓരോ പ്രദേശങ്ങളിലും വാർഡുകൾ, ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തകർ ഒന്നിച്ചുകൂടി അവരുടെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന സമയം ആഘോഷപൂർണ്ണമാക്കുന്ന കാഴ്ചകളാണ് കാസർഗോഡ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ വലിയ ജില്ലയിലെ മുതിർന്ന നേതാക്കളൊക്കെയും അവസാന നിമിഷവും വീടുകൾ കയറിയുള്ള അവരുടെ വോട്ട് പിടുത്തമാണ് നടത്തുന്നത്. തന്ത്രപരമായ രൂപത്തിലുള്ള കൊട്ടിക്കലാശമാണ് ത്രികോണ മത്സരം നടക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. വലിയ സ്വഭാവത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടാവും മുന്നണികളുടെയും BJP-യുടെയും വോട്ടിൽ എന്ന ആശങ്ക മുന്നണികൾക്കും BJP-ക്കും ഉണ്ട്. തങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്ക് തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ഇരു മുന്നണികളും BJP-യും. അതുകൊണ്ട് തന്നെ വലിയ സ്വഭാവത്തിലുള്ള ആൾക്കൂട്ടം. കാസർകോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചിത്രം നൽകിയത്. K സജീഷ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുമുണ്ട്. സജീഷ്, ഇപ്പോൾ പരസ്യ പ്രചാരണത്തിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ നടക്കുന്ന ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ്? ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ നാളുകളല്ലേ? അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ പരസ്യ പ്രചാരണം എപ്പോൾ അവസാനിക്കും? എന്തൊക്കെയാണ് ഇനി ഉള്ള നടപടിക്രമങ്ങൾ? ഗോപി, നവംബർ 2-ാം തീയതി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണത്തിനാണ് അല്പം മുമ്പ് കൊട്ടിക്കലാശമായി ഉണ്ടായത്. ഇനിയുള്ള ഒരു ദിവസം, നാളെ മുതൽ അല്ലെങ്കിൽ നാളെ ഒരു ദിവസം നിശബ്ദ പ്രചാരണമാണ്. വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കപ്പെടുന്ന നിശബ്ദ പ്രചാരണത്തിനാണ് നാളെ ഈ 7 ജില്ലകൾ സാക്ഷ്യം വഹിക്കുക. മറ്റന്നാൾ നവംബർ 2-ാം തീയതി 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് നടക്കും. 7 ജില്ലകളിൽ നോക്കുകയാണെങ്കിൽ 4 കോർപ്പറേഷനുകളുണ്ട്. ഒപ്പം തന്നെ 7 ജില്ലാ പഞ്ചായത്തുകൾ, ഏതാണ്ട് 31 മുനിസിപ്പാലിറ്റികളിലേക്കും 61 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 396 ഗ്രാമപഞ്ചായത്തുകളിലേക്കുമാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. 1,11,00,000-ഓളം വോട്ടർമാർ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. ഇതിൽ തന്നെ 31,156 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 15,000-ഓളം സ്ത്രീ സ്ഥാനാർത്ഥികളും വനിതാ സ്ഥാനാർത്ഥികളും ഈ ജനവിധിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഈ 7 ജില്ലകളെയും സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 600-ലേറെ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അതിൽ കൂടുതലും വടക്കൻ കേരളത്തിലാണ് ഈ പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. ഇവിടങ്ങളിലെല്ലാം കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഏതായാലും ഈ 7 ജില്ലകളും തെരഞ്ഞെടുപ്പ് ക്രമീകരണമെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ബാലറ്റ് പോളിംഗ് സാമഗ്രികളെല്ലാം തന്നെ അതത് സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞു. നാളെയോടുകൂടി ഇതിന്റെ K സജീഷാണ് തിരുവനന്തപുരത്ത് നിന്നും ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകിയത്, വിശദാംശങ്ങൾ നൽകിയത്.